സോ ഫ്രണ്ട്സ്, ഹോണ്ടിങ് മൈമിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. ഞാൻ നിങ്ങൾക്ക് ഇന്ന് പറഞ്ഞു തരാൻ പോകുന്നത് ലോകത്ത് ഏറ്റവും കൂടുതൽ ടോർച്ചർ ഏറ്റ ഒരു പെൺകുട്ടിയുടെ കുറിച്ചാണ്. അവള് ലൈവ് പെർഫോമൻസ് വെച്ചാണ് ടോർച്ചർ ഏറ്റത്. സോ നമുക്ക് സമയം ഒട്ടും കളയാതെ തുടങ്ങാം. മറീന അബ്രാമോവിക്. ഈ പെൺകുട്ടി 6 അവർ ഫ്രീഡം ടൈം കൊടുത്തു. അതായത് 6 മണിക്കൂറത്തേക്ക് നിങ്ങൾക്ക് എന്ത് വേണേലും ഇവളോട് ചെയ്യാം. 30 നവംബർ 1946 മറീന ജനിച്ചത്. അവൾക്ക് അച്ഛനും അമ്മയുമായിട്ട് വലിയ കമ്പനി ഇല്ലാത്തത് കാരണം അവളുടെ അമ്മ അവളെ ഒത്തിരി ടോർച്ചർ ചെയ്യുമായിരുന്നു, അതും വളരെ ക്രൂരമായ രീതിയിൽ. ഈ ചെറുപ്പത്തിൽ ഇത്രയും ടോർച്ചർ ഏറ്റതിനാൽ അവളുടെ മനസ്സിൽ ഡീപ്പായിട്ടുള്ള ഒരു മാറ്റങ്ങൾ വരാൻ തുടങ്ങി. അവളുടെ ഉള്ളിൽ ഒരു ടാലന്റ് ക്രിയേറ്റ് ആകാൻ തുടങ്ങി. കാരണം ഏതൊരാളെയും സൊസൈറ്റി ഒറ്റപ്പെടുത്താൻ തുടങ്ങിക്കഴിഞ്ഞാൽ അവർ വേറെ ലെവലാണെന്ന് കാണിക്കാനായിട്ട് ശ്രമിക്കും. വലുതായതിനു ശേഷം മറീന ഫൈൻ ആർട്സിന്റെ ട്രെയിനിങ് ചെയ്തു. സ്റ്റേജിൽ പെർഫോമൻസും ചെയ്യാൻ തുടങ്ങി. സ്റ്റേബിളായിട്ട് ഒരു സ്ഥലത്ത് നിന്നാണ് പെർഫോമൻസ് ചെയ്യുന്നത്. മുഖത്തൊരു എക്സ്പ്രഷനും പാടില്ല. കണ്ണുകൾ വിഷമവും ദുഃഖവും കൊണ്ട് നിറഞ്ഞിരിക്കണം. നോർമലി മറീന ഒത്തിരി പെർഫോമൻസ് ചെയ്തിട്ടുണ്ട്. പക്ഷെങ്കിൽ ഇന്ന് ഞാൻ പറഞ്ഞു തരാൻ പോകുന്ന പെർഫോമൻസ് ഈ ജനറേഷനിൽ നോർമലി ആർക്കും ചെയ്യാൻ ധൈര്യം കാണത്തില്ല. 1974 ഇറ്റലിയിൽ ചെയ്ത ഒരു പെർഫോമൻസ് ആണിത്. ജസ്റ്റ് 6 മണിക്കൂർ ഒരു മൂവ്മെന്റ് ഇല്ലാതെ നിൽക്കണം. പിന്നെ അവളുടെ കയ്യിലുള്ള ഒരു പേപ്പറിൽ എഴുതിയിട്ടുണ്ടായിരുന്നു, ഈ 6 മണിക്കൂർ നിങ്ങൾക്ക് എന്നോട് എന്ത് വേണേലും ചെയ്യാമെന്ന്. ഇതിന്റെ എല്ലാ റെസ്പോൺസിബിലിറ്റിയും ഞാൻ ഏറ്റെടുക്കുന്നതായിരിക്കും. അവളുടെ മുന്നിൽ ഒരു ടേബിൾ വെച്ചിട്ടുണ്ടായിരുന്നു. ആ ടേബിളിൽ ടോർച്ചർ ചെയ്യാവുന്ന എല്ലാ ഐറ്റംസും ഉണ്ടായിരുന്നു. അതായത് ബ്ലേഡ്, കത്തി, പിച്ചാത്തി, പിന്നെ തോക്ക് വരെ ഉണ്ടായിരുന്നു. അവൾ പറഞ്ഞത് അവളെ ഒരു ഒബ്ജക്റ്റായി കൺസിഡർ ചെയ്യുക, പിന്നെ ഒരു ഒബ്ജക്റ്റിനോട് എന്തൊക്കെ കാണിക്കാമെന്ന് വെച്ചാൽ അതെല്ലാം ഇവളോട് ചെയ്യുക. രാത്രി 8 തൊട്ട് 2 മണി വരെയുള്ള ഒരു പെർഫോമൻസ് ആണിത്. ആദ്യം കുറച്ച് ആളുകൾ ഇവളുടെ ചുറ്റിനെ നടന്ന് ഇവളുടെ കൂടെ അവർക്ക് എന്ത് ചെയ്യാമെന്ന് നോക്കി. ഇവളുടെ മുഖത്തെ എക്സ്പ്രഷൻ മാറ്റാൻ ശ്രമിച്ചു, പക്ഷേ ഒന്നും നടന്നില്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ 2-3 പെൺപിള്ളേർ ഇവളുടെ അടുത്ത് വന്നിട്ട് ഇവളെ എടുത്ത് നിലത്തടിക്കാൻ തുടങ്ങി. 2-3 തവണ എടുത്ത് ഇവളെ നിലത്തടിച്ചു. അപ്പോഴേക്കും ആൾക്കാരുടെ ഉള്ളിൽ കോൺഫിഡൻസ് വന്ന് ഇവരെല്ലാവരും ടേബിളിൻ്റെ അടുത്ത് നീങ്ങാൻ തുടങ്ങി. ഇവളെ ഒരു കസേരയിൽ കെട്ടിയിട്ടു. എന്നിട്ട് ഒരാൾ ബ്ലേഡ് കൊണ്ട് ഇവളുടെ കഴുത്തിലേക്ക് വെട്ടി. അത് കഴിഞ്ഞ് ഒരാൾ ഇവളുടെ കഴുത്തിലേക്ക് തോക്ക് ചൂണ്ടി. പക്ഷെങ്കിൽ അത് കഴിഞ്ഞ് വന്ന ആള് ഇവളുടെ തുണി വലിച്ചു കീറി. എന്നിട്ട് അവളുടെ അടിഭാഗങ്ങൾ തൊടാൻ ശ്രമിച്ചു. ഇത്രയൊക്കെ ചെയ്തിട്ട് ആൾക്കാരുടെ മനസ്സ് നിറയാത്ത കാരണത്താൽ ആൾക്കാർ ഇവളുടെ ദേഹത്ത് മുള്ളു കുത്തിക്കയറ്റി. അങ്ങനെ 6 മണിക്കൂറത്തെ പെർഫോമൻസ് ഇവിടെ കഴിഞ്ഞു. ആൾക്കാർക്ക് ഏത് ലെവൽ വരെ പോകാൻ കഴിയും അതിന്റെ മാക്സിമം ലെവലാണ് ആൾക്കാർ അവിടെ കാണിച്ചത്. മറീന എണ്ണീച്ച് ഇത്രയും നേരം അവളെ ടോർച്ചർ ചെയ്ത ആൾക്കാരുടെ കണ്ണുകളിൽ നോക്കാൻ തുടങ്ങി. പക്ഷെങ്കിൽ ആ ആൾക്കാർക്ക് ഇവളുടെ കണ്ണിലോട്ട് നോക്കാൻ ഭയങ്കര ഒരു ഭയം പോലെ. അവർക്ക് ഇവളുടെ മുഖത്തോട്ട് നോക്കാൻ കഴിയുന്നില്ലായിരുന്നു. മറീനയുടെ പെർഫോമൻസ് വഴി ആൾക്കാരുടെ ഉള്ളിലുള്ള ഒരു രാക്ഷസനെയാണ് നമുക്ക് കാണിച്ചു തന്നത്. മറീന നമുക്ക് ഇവിടെ കാണിച്ചു തരുന്നത് നമ്മൾ ഒരു അസഹായാവസ്ഥയിൽ കിടക്കുന്ന ആളെ എന്തുമാത്രം ടോർച്ചർ ചെയ്യുമെന്ന, ഫിസിക്കലി ഓർ മെന്റലി. ഒരു അസഹായാവസ്ഥയിൽ കിടക്കുന്ന ഒരാളെ നമ്മൾ അവിടെ എൻജോയ് ചെയ്യുമെന്നാണ് കാണിച്ചു തരുന്നത്. ഒരാളുടെ ആക്സിഡന്റ് ആയി കഴിഞ്ഞാൽ നമ്മൾ അയാളെ സഹായിക്കാതെ അയാളുടെ വീഡിയോ ഫുട്ടേജ് ആണ് എടുക്കാൻ ശ്രമിക്കുന്നത്. ഉള്ളിലുള്ള ഒരു ഡീമനാണ് നമുക്ക് മിണ്ടാപ്രാണികളുടെ എതിരെ കൈ ഓങ്ങാൻ ശ്രമിപ്പിക്കുന്നത്. മറീനയുടെ ഈ പെർഫോമൻസ് വഴി നമുക്ക് മനസ്സിലാക്കി തരുന്നത് ഒരു മനുഷ്യനായി കഴിഞ്ഞാൽ എപ്പോഴും മനുഷ്യനെ പോലെ തന്നെ പെരുമാറണമെന്ന്. സോ ഗൈസ്, ഈ വീഡിയോസ് നിങ്ങൾക്ക് ഫാക്ട് കുറവായിരിക്കും കിട്ടിയത്. പക്ഷെങ്കിൽ ഉള്ള ഒരു ട്രൂ ഇൻസിഡന്റ് വഴിയാണ് ഞാൻ നിങ്ങൾക്ക് ഒരു ചെറിയ മെസ്സേജ് തരാൻ ശ്രമിക്കുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യുക. പിന്നെ കമന്റ് ബോക്സ് വഴി എന്നെ അറിയിക്കുക ഇങ്ങനത്തെ ഏതെങ്കിലും ഇൻസിഡൻസ് നിങ്ങളുടെ കൂടെ നടന്നിട്ടുണ്ടോ എന്ന്. സോ നെക്സ്റ്റ് വീഡിയോയിൽ വേറെ കുറച്ച് ഫാക്റ്റുമായിട്ട് വരാം. സോ അൺടിൽ ദെൻ ബൈ.